ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ കെ.സി. ഉണ്ണി. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടെയാണ് കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യമാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. നിയമ പോരാട്ടത്തിൽ ഇതുവരെ നീതി കിട്ടിയിട്ടില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ രക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചും അതേപോലെ തന്നെ CBIയും ശ്രമിച്ചതെന്നുമാണ് പിതാവ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത്. ആദ്യം പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI. അന്വേഷണം 3 തലങ്ങളിൽ നടന്നിട്ടും നിഗമനം ഒന്നു തന്നെ. 2018 സെപ്റ്റംബർ 25-ന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകടമരണത്തിന് വഴിവെച്ചത് ഡ്രൈവർ അർജുന്റെ അമിത വേഗതയും അശ്രദ്ധയും. പക്ഷേ ഈ നിഗമനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ വ്യക്തമാകുന്നതെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ. അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷണം അട്ടിമറിച്ചതെന്നും ആരോപണം. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഒന്നും കിട്ടിയില്ല എന്നാ പറയണേ. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമല്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. CBI കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിലും ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച പുതുതായ കണ്ടെത്തലുകൾ ഒന്നുമില്ലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.